നമുക്ക് ഇന്ന് ഒരു ശകലം നെയ്യപ്പം ഉണ്ടാക്കാം. അതിന് പച്ചരി ഞാൻ 1/2 കിലോ പച്ചരി ഇട്ടിട്ടുണ്ട്. അതിനുള്ള നെയ്യപ്പം നമുക്ക് ഇടുകയാണ്. അതിന് 2 മണിക്കൂർ നമ്മൾ കുതിരാൻ വെക്കണം. എന്നിട്ട് അത് അരയ്ക്കണം. ശർക്കരയും പച്ചരിയും കൂടിയിട്ട് നമ്മൾ അരച്ചെടുക്കണം. പിന്നെ അതിനകത്ത് വേണ്ടത് തേങ്ങാക്കൊത്ത് നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്തും കപ്പലണ്ടിയും ശകലം എള്ളും കൂടി ഇട്ട് വറുത്ത് നമുക്കെടുത്ത് ചെയ്ത് നോക്കാം. അത് തീരെ നൈസായിട്ട് വേണം അത് അരിയാൻ. എന്നിട്ട് നമുക്ക് ഇത് നെയ്ക്കകത്ത് വേണം ഇത് വറുത്തെടുക്കാൻ. തേങ്ങക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച അരിക്കകത്തോട്ട് ഞാൻ അതിനാവശ്യമായ ശർക്കര ഇടുക. ശർക്കര ഉണ്ടയാണിത്, ഞാനത് പൊടിച്ചെടുത്തതാണ്. 1/2 കിലോ പച്ചരിയാണ് നെയ്യപ്പത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിന് 1/4 കിലോ ശർക്കരയുണ്ട പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നമ്മൾ പച്ചരി 1/2 കിലോ പച്ചരി, 1/4 കിലോ ശർക്കര, 3 പാളയംതുടമ്പഴം. ഞാനിത് അരച്ചുകൊണ്ട് വരാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ തേങ്ങാക്കൊത്തിടുകയാണ്. ഈ തേങ്ങാക്കൊത്തൊന്ന് ചുമന്ന് വരുന്ന പരുവത്തിന് വേണം നമ്മൾ കപ്പലണ്ടി ഇടാൻ. ശകല എള്ള് ഇട്ട് കഴിയുമ്പോൾ എള്ളൂടെ ചേരുമ്പം നമുക്ക് നെയ്യപ്പത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നെയ്ക്കകത്ത് വറുത്തെടുക്കുന്നതുകൊണ്ട് നല്ല അതായിരിക്കും. നമുക്ക് ശകലം കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. എള്ളിട്ട് കൊടുക്കാം. കപ്പലണ്ടി, എള്ള് ഇതെല്ലാം നമ്മൾ വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നെയ്യപ്പത്തിനുള്ള മാവ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ലേശം സോഡാപ്പൊടി. ഓവറായി കഴിഞ്ഞാൽ പൊട്ടിപ്പോകും, കുറഞ്ഞാൽ പൊങ്ങത്തുമില്ല. അല്പം മൈദ, പിന്നെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ മൈദ കട്ട പിടിച്ച് കിടക്കാതെ നല്ല എന്തോന്നായിട്ട് വരണം. ശകലം ഏലക്ക പൊടിച്ചത്, ഏലക്കായും ജീരകവും. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും തേങ്ങാക്കൊത്തും കപ്പലണ്ടി അത് നമുക്ക് ചേർക്കാം. നമുക്ക് ഒന്ന് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്. ലൂസായി പോയി കഴിഞ്ഞാൽ പരന്നു പോകും, പൊങ്ങി വരത്തില്ല. ഈ പരുവം വേണം നിൽക്കാൻ. നമ്മൾ ഈ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ, 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് ഇരിക്കണം. ഇത് ഇരുന്ന് കഴിയുമ്പോഴേ ഇതിൻ്റെ എന്തോന്ന് റെഡിയായി വരത്തുള്ളൂ. നമുക്ക് നെയ്യപ്പം ഇടാൻ സമയമായിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചു. അത് ഇടാൻ സമയമായി വരുന്നു. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായാൽ നമുക്ക്
ചൂടായി കഴിയുമ്പോൾ നെയ്യപ്പം ഇടാം. എണ്ണ ഒരുപാട് ഓവറായിട്ട് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ നെയ്യപ്പം നമ്മുടെ കുടുന്ന് കിട്ടത്തില്ല, പരന്നു പോകും. ഒരു പരുവത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ റെഡിയായിട്ടുണ്ട്, നമുക്ക് നെയ്യപ്പം ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യം നമ്മളിട്ട നെയ്യപ്പം ഞാൻ കോരാൻ പോവാം. ആദ്യത്തെ നെയ്യപ്പം ഞാൻ കോരി. സോഫ്റ്റാണ് നെയ്യപ്പം. നമ്മുടെ തവിയുടെ വലിപ്പം, അതിന് നിരപ്പ് നിൽക്കണം നെയ്യപ്പം, നെയ്യപ്പത്തിൻ്റെ മാവ്. അയവ് നമ്മൾ വെള്ളം ചേർത്ത പരുവം ഒരുപാട് ഓവറായിട്ട് കൂടിപ്പോകരുത്, എന്നാൽ കുറയുകയും ചെയ്യരുത്. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ നെയ്യപ്പം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് പകർന്ന് വെക്കുകയാണ്. നല്ല ഷേപ്പ് എല്ലാം ഉണ്ട്, നല്ല സോഫ്റ്റാണ്.